യഥാർത്ഥത്തിൽ ഇസ്ലാം മതസ്ഥരുടെ മതേതരത്വം എന്ന് പറയുന്നത് എത്രത്തോളം പ്രശംസിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഫോട്ടോഷൂട്ടായും വീഡിയോയും ഒക്കെ എടുത്തു കാണിച്ച് നമ്മളെ ഇങ്ങനെ മുസ്ലിങ്ങൾ ഭയങ്കര മതേതരത്വം ഉള്ളവരാണ്, എന്നാൽ അവരോട് മറ്റുള്ളവർ കാണിക്കുന്നത് വർഗീയതയാണ് എന്നിങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം പോലും ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടില് മുസ്ലിങ്ങൾ ഇരുന്ന് നോമ്പുതുറ നടത്തുകയാണ്. അപ്പൊ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇത് ചെയ്യുന്നത് മതസൗഹാർദ്ദമാണ് എന്ന പേരിൽ പ്രൊജക്ട് ചെയ്തിട്ട് PR ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും പുറത്തു വന്നിരുന്ന നിങ്ങളുടെ ശ്രദ്ധയിലൊക്കെ അത് പെട്ട് കാണും. ഇപ്പോ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാനായിട്ട് റെനീഷ റഹ്മാൻ എന്ന മുസ്ലിം പെൺകുട്ടി പോവുകയും അത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അവരുടെ യഥാർത്ഥ മതേതരത്വം പുറത്തു വന്നിരിക്കുന്നത്. പ്രൊജക്ട് ചെയ്തതുപോലെയൊന്നും അല്ല കേട്ടോ. ഒരു 2 കമന്റ് ഞാൻ കാണിക്കാം. മാസത്തെയെങ്കിലും മാനിക്കണമായിരുന്നു. ഉച്ചയ്ക്ക് നോമ്പ് തുറന്നു അല്ലേ, ഈ നോമ്പ് കാലത്തെങ്കിലും എല്ലാം ഒന്ന് നിർത്തിക്കൂടെ? നോമ്പ് തുറന്നിട്ട് പൊങ്കാല ഇടാൻ പോയി, ഉച്ചയ്ക്ക് നോമ്പ് തുറന്ന് എന്തിനാ ഇതൊക്കെ ആൾക്കാരെ കാണിക്കുന്നത്? കണ്ടോ, അസഹിഷ്ണുതയുടെ കൂടാണ്. അതിന്റെ താഴോട്ടുള്ള ഓരോരോ കമന്റ്സും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം മതസ്ഥർ വന്നിട്ട് റംസാൻ മാസത്തില് പൊങ്കാല ഇടാൻ പോയത് ശരിയായില്ല, ഇവിടെ മതേതരത്വമൊന്നും ഇല്ല, മനസ്സിലായില്ലേ? അവർക്ക് അങ്ങോട്ട് എല്ലാരും ചെയ്തു കൊടുത്താൽ വലിയ സന്തോഷമാണ്. അതാണ് മതേതരത്വം. തിരിച്ചാവാൻ പാടില്ല, തിരിച്ചൊന്നും ആവാൻ പാടില്ല. അവരുടെ തൊപ്പി നമ്മൾ വെക്കണം, തട്ടം ഇട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം, തിരിച്ച് നമ്മുടെ പൊട്ട അവർ വെക്കില്ല, തിരിച്ച് അങ്ങോട്ടുള്ള യാതൊരു സംഗതിയും ഇല്ല. ഇതാണ് ഇവര് പിന്തുടരുന്ന മതേതരത്വം. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഈ പറയുന്ന വർഗീയതയും മതേതരത്വം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാം.